ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എക്സസൈസ് 5.4 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിത്തൗട്ട് എനി കാൽക്കുലേഷൻ. ഇതിന്റെ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ കിട്ടുന്ന ആൻസറിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അതും വിത്തൗട്ട് എനി കാൽക്കുലേഷൻ. നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ആൻസർ എല്ലാം കണ്ടുപിടിക്കുന്നത് ആൻസറിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 64. അപ്പോൾ 64 നമുക്ക് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു. ഓരോ ഗ്രൂപ്പ് ആക്കി നമ്മൾ തിരിച്ച് ചെയ്തില്ലേ. ഇത് ഓരോരോ പെയറായിട്ട് ആ പെയറായിട്ട് തിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ഡിജിറ്റ് വരുന്ന അതിനെയാണ് നമ്മളൊരു പെയറാക്കിയത്. അപ്പോൾ ഇതിൽ 64 അതിൽ ഓൾറെഡി 2 ഡിജിറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്കിതിലൊരു പെയറാക്കി തിരിച്ചു. അപ്പോൾ 64 എന്നുള്ളത് ഒരു പെയർ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ഒരു പെയറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആൻസറിലും എത്ര വരുള്ളൂ, ആൻസറിൽ എത്ര ഡിജിറ്റ് വരും, 1. ഇതിൻ്റെ ആൻസർ 1 ആണ്. അതായത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് 64. 64ലെ സ്ക്വയർ റൂട്ടിലുള്ള ആൻസറിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും, 1. ഡിജിറ്റിൻ്റെ എണ്ണമാണ് കേട്ടോ 1. ആൻസർ എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്താ ആൻസർ, 8 സ്ക്വയർ ആണ് 64 അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 64ന്റെ ആൻസർ 8 ആണ്. അപ്പോൾ നോക്കി ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ 8 എന്ന് പറയുമ്പോൾ. മനസ്സിലായി ഇപ്പോൾ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് അതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഡിജിറ്റേ ഉള്ളൂ. ഒരു ഡിജിറ്റ് എന്ന് പറയാൻ കാര്യം കണ്ടോ, 8 എന്ന് എഴുതുമ്പോൾ അത് ഒറ്റ ഡിജിറ്റ് നമ്പറാണ്, 1 ഡിജിറ്റ് നമ്പറാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. 144 44 നമുക്ക് ഗ്രൂപ്പായിട്ട് ഓരോ പെയർ ഗ്രൂപ്പായിട്ട് തിരിക്കാം. അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യണത് അല്ലേ. അപ്പോൾ 2 ഡിജിറ്റ് വരുന്ന ഒരു പെയർ ഏതായി, 44. ഇനി 1 മാത്രമേ ഉള്ളൂ അതിനൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ എത്ര ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, 2 ഗ്രൂപ്പ്. എത്ര ഗ്രൂപ്പ് വന്നു, 2 ഗ്രൂപ്പ്. അതുകൊണ്ട് ആൻസറിൽ ആൻസർ എന്താ വരേണ്ടത്, 2. അതായത് നമ്പർ ഓഫ് ഡിജിറ്റ്സ്. ഈ 144ന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ അതിൻ്റെ ആൻസറിൽ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും, 2 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കേണ്ട, എന്നാലും ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് സംഭവം മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. 144 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണ്. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്, 12ന്റെ. അപ്പോൾ റൂട്ട് ഓഫ് 144 എന്ന് പറയുന്ന ആൻസർ 12 ആണ്. ഈ ആൻസറിൽ അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കി, 12ൽ 1 2 ഉണ്ട്, 2 ഡിജിറ്റ് നമ്പർ അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഉണ്ട് 2 ഡിജിറ്റ് നമ്പർ ആണെന്നാണ് നമ്മൾ ആൻസർ ഇട്ടത്. അപ്പോൾ 144ന്റെ ആൻസർ 12 ആണ്. അപ്പോൾ ആ 12 എന്നുള്ളത് 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബാക്കിയുള്ള ചെയ്യാമല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ 89. നമുക്ക് ഓരോ പെയർ ഗ്രൂപ്പ് ആക്കണം അല്ലേ. 89 എന്നുള്ള ഒരു പെയർ, ഇനി 44 എന്നുള്ളത് മറ്റൊരു പെയർ. അപ്പോൾ ഇതിൽ എത്ര ഗ്രൂപ്പ് വന്നു, 2 പെയർ ഗ്രൂപ്പ്, 2 പെയറായിട്ട് നമ്മൾ തിരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസറിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും, 2 ഡിജിറ്റ്. മനസ്സിലായില്ലേ. ഫോർത്ത് നമ്പർ 27225. ഇത് നമുക്ക് ഓരോരോ പെയർ ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ 25 ലാസ്റ്റ് നമുക്ക് ഒരു 2 ഡിജിറ്റ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പാക്കി മാറ്റാം. അപ്പോൾ 25 ഒരു ഗ്രൂപ്പ്. ഇനി 72 അല്ല, 2 നമ്പർ വെച്ചിട്ടല്ലേ 72. ഇനി ബാലൻസ് 2 ഉള്ളു. അപ്പോൾ അത് 2. ഇപ്പോൾ നമുക്ക് എത്ര ഗ്രൂപ്പാക്കി നമ്മൾ പെയറാക്കി, 3 ഗ്രൂപ്പാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഡിജിറ്റ് എന്ത് വരും, നമ്പർ ഓഫ് ഡിജിറ്റ് 3 ആയിരിക്കും, 3 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഡിജിറ്റ് അതിൻ്റെ ആൻസറിൽ വരുന്ന ഡിജിറ്റിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും, ആൻസറിൽ 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും അത്. ഓക്കെ, ഇനി ലാസ്റ്റ് 3906525. 25 ഒരു ഗ്രൂപ്പ്, 06 ഒരു അടുത്ത നെക്സ്റ്റ് പെയർ ഗ്രൂപ്പ്, 39. അപ്പോൾ എത്രയായിട്ട് തിരിച്ചു, 3 ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ അല്ലേ. 39, 06, 25 3 ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയായിരിക്കും, നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയായിരിക്കും, 3. അപ്പോൾ 3 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തിരിച്ചത്. അതുകൊണ്ട് തന്നെ അതായത് 2 ഡിജിറ്റ് വരുന്ന ഓരോരോ പെയറായിട്ട് നമ്മൾ തിരിച്ചു. അപ്പോൾ അതിൽ ഇതിൻ്റെ ആൻസറിൽ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഇതിൻ്റെ ആൻസറിൽ 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. സിമ്പിൾ അല്ലേ ഇത്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ്. താഴെ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് കാണുക. അപ്പോൾ ഡെസിമൽ നമ്പർ ആണെങ്കിലും മെത്തേഡൊക്കെ സെയിം തന്നെയാണ്.
ഫസ്റ്റ് നമ്പർ നമുക്ക് നോക്കാം 2.56. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒരു പെയറായിട്ട് തിരിക്കണം. 56 എന്നുള്ള ഒരു ഗ്രൂപ്പായി, ഒരു പെയറായി 2, ഒരു ഡിജിറ്റുള്ളൂ. അപ്പം അതിനെ നമുക്ക് അടുത്ത നെക്സ്റ്റ് ഗ്രൂപ്പാക്കി മാറ്റും. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഈ ഫസ്റ്റ് ഡിജിറ്റായ 2 ഈ നമ്പർ വരാൻ പറ്റിയ സ്ക്വയർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ നമ്പർ എന്തിൻ്റെയൊക്കെ സ്ക്വയർ വരുമെന്ന് നോക്കാം. 1 സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ആൻസർ 1. 2 സ്ക്വയർ എടുത്താലോ 4 ആയി പോകും. അപ്പോൾ ഈ 2വിനേക്കാളും വലിയ നമ്പർ ആയി പോകും അല്ലെ. 2 സ്ക്വയർ എടുത്താൽ 4 എന്നുള്ളത് 2വിനേക്കാളും വലുതായി പോകും. അപ്പോൾ നമുക്ക് അതെടുക്കാൻ പറ്റില്ല, നമുക്ക് 1 സ്ക്വയറേ വെച്ചോളൂ. അപ്പോൾ ഇവിടെയും 1 എഴുതാം, ഇവിടെയും 1 എഴുതാം. ഇങ്ങനെ 1 1s are 1. ദെൻ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇനി 56 താഴേക്ക് ഇറക്കി എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഡെസിമൽ ഉണ്ട്. ആ ഡെസിമൽ ഇവിടെ എടുത്തിടാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു, ആ 2ൻ്റെ ഫസ്റ്റ് നമ്പറായ 2ൻ്റെ ഏതിൻ്റെ സ്ക്വയറിൽ വരുമെന്ന് നോക്കി. അപ്പോൾ 1 സ്ക്വയറിൽ വരും. അപ്പോൾ നമുക്ക് 1 1 എഴുതി, 1 1s are 1. അങ്ങനെ 2ൽ നിന്ന് 1 മൈനസ് ചെയ്തു, 1 കിട്ടി. ഇനി മുകളിൽ നമ്മളൊരു ഇവിടെ ഒരു ഡെസിമൽ ഉള്ളതുകൊണ്ട്, ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് മുകളിലൊരു ഡെസിമൽ ഇടുക. ദെൻ 56 എന്നാണ് നെക്സ്റ്റ് പെയർ ഗ്രൂപ്പ്. ആ പെയറിനെ 56 എന്നുള്ളതിന് താഴോട്ട് ഇറക്കി എഴുതുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഈ 1ഉം 1ഉം ആഡ് ചെയ്യണം അല്ലേ. ഈ 1 1 ആഡ് ചെയ്യണം. ഈ 1ഉം ഈ 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2. അതിവിടെ എഴുതുക. ഇനി ഇവിടെ ഒരു ഡാഷ് ഇടാം. നമ്മളിത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഡെസിമൽ നമ്പർ ആണെന്നുള്ളൂ, ബാക്കിയെല്ലാം സ്റ്റെപ്പൊക്കെ സെയിം തന്നെ. അപ്പോൾ ഇനി ഇവിടെ ഡാഷ് ഇട്ടു. ഇപ്പോൾ ഡാഷ് ഇട്ട് എന്തിനാണ്, ഇനി നമ്മളുള്ള ഈ 156 എന്നുള്ള നമ്പർ കിട്ടാനായിട്ട് ഈ 2ൻ്റെ ഇവിടെ ഏത് ഡിജിറ്റ് ഇട്ടാൽ നമുക്ക് 156 കിട്ടും എന്ന് നോക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് 156ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 6 സ്ക്വയർ തന്നെ ഏതൊക്കെ നമ്പറിൽ വരുമെന്ന് നോക്കാം. ഇത് 4ൻ്റെ സ്ക്വയറിൽ 16 വരും. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ എന്താ വരുന്നത്, 6. അതുപോലെ തന്നെ 6 സ്ക്വയർ 36ൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അപ്പോൾ ഈ 2ൻ്റെ ഇവിടെയുള്ള ഈ ഡിജിറ്റ് ഒന്നില്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ആവാം. എന്നാൽ യൂണിറ്റിലെ പ്ലേസിൽ 6 ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ എല്ലാ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ നോക്കേണ്ടി വരും, 3ഉം 8ഉം 9ഒക്കെ. അപ്പോൾ നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ സംഖ്യ കിട്ടും. അപ്പോൾ നമുക്കിനി 2 ഇവിടെ ആദ്യം 4 അല്ലേ വേണ്ട, 4 ഇട്ട് നോക്കാം. അപ്പോൾ 24 ഇൻറ്റു എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം 4. നമ്മൾ എടുക്കുന്ന സംഖ്യ ഏതാണോ അത് തന്നെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 4s are 16, ബാലൻസ് 1, 2 4s 8, 8 + 1 9, 96 അല്ല നമുക്ക് വേണ്ട 156 ആണ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് 26 ഇൻറ്റു 6 6 are 36, ബാലൻസ് 3, 6 2s are 12, 12 + 3 15, 156 അല്ലേ. 156 കിട്ടിയില്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 6. അതുപോലെ തന്നെ ഇവിടെയും 6 എഴുതാം. അപ്പോൾ 156, റിമൈൻഡർ 0. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2.56 is equal to 1.6 എന്ന് ആൻസർ കിട്ടി. 2.56ൻ്റെ സ്ക്വയർ റൂട്ട് 1.6. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 7.29 പെയർ ഗ്രൂപ്പാക്കി തിരിക്കാം. 29 ഒരു പെയർ, 7. ഇനി 7 ഒരു സ്ക്വയർ നമ്പർ അല്ല, അതുകൊണ്ട് തന്നെ ഇനി തൊട്ടടുത്ത് തന്നെ നോക്കാം. അപ്പോൾ 2 സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 4 ആണ്. 3 സ്ക്വയർ എന്ത് വരും, 9. അപ്പോൾ 3 സ്ക്വയർ ആണ്, 3 × 3 ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 9 7നെക്കാളും വലിയ നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് 2 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 2s are 4. നെക്സ്റ്റ് 7ൽ നിന്നും 4 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 3. ഇനി ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്, സോ ഇവിടെ ഒരു ഡെസിമൽ ഇടുക. 29 ഇറക്കി എഴുതാം. ഓക്കെ. അപ്പോൾ 29 ഒന്നിച്ച് വേണം ഇറക്കി എഴുതാനായിട്ട്. 29 ഇറക്കി എഴുതി. ഇനി ഈ 2 + 2 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ഈ 2ഉം ഈ 2
അല്ലേ? നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ഇനി ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇടുക. അതെന്തിനാ? ഇനി 329 ഉണ്ട്. ആ 329ൻ്റെ ഈ കിട്ടാനായിട്ട് ഈ 4ൻ്റെ ഒപ്പം എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? അപ്പോൾ 9 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 329ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെ സ്ക്വയറിൽ 9 വരും? 3 സ്ക്വയറിലും വരും, 7 സ്ക്വയറിലും വരും. 7 സ്ക്വയറിൽ 49. 49ൻ്റെ യൂണിറ്റ് പ്ലേസ് 9 ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ 4ൻ്റെ ഇവിടെ 3 ആയിരിക്കാം, 43 ആയിരിക്കാം, അല്ലെങ്കിൽ 47 ആകാം. ഇതുകൊണ്ടാണ് കിട്ടുന്നത്. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം 4 ഈ ഡിജിറ്റായ 3 ഇട്ട് വെക്കാം. 43 × 3. 3 3s are 9, 4 3s are 12. അപ്പോൾ 129 ആണ്. അതുകൊണ്ട് 3 പറ്റില്ല. ഇനി നമുക്ക് 7 ഇട്ട് നോക്കാം. 47 × 7. 7 7s are 49. Then 9 balance 4. 7 4s are 28. 28 plus 4 29, 30, 31, 32 അല്ലേ? അപ്പോൾ 329. അപ്പോൾ 329 കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഏത് നമ്പർ ഏതാ? 7. 329 മൈനസ് ചെയ്യുമ്പോൾ 0. എളുപ്പമല്ലേ ഇത്? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 7.29 ഈസ് ഈക്വൽ ടു 2.7. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 51.84 പെയറായിട്ട് തിരിക്കാം. 84 2 ഡിജിറ്റ് വരുന്ന ഒരു പെയർ, പിന്നെ ഇവിടെ 51 ഒരു പെയർ. 2 ഡിജിറ്റ് വരുന്ന 2 ഗ്രൂപ്പാക്കി. ഫസ്റ്റ് നമ്പർ 51 ആണ്. 51 ഏത് നമ്പറിൽ, ഏത് സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ ഏതിൻ്റെ സ്ക്വയറിൽ വരാം എന്ന് നോക്കാം. 6 7 7 സ്ക്വയർ നോക്കാം. 7 സ്ക്വയർ വരുന്നത് 49. 8 സ്ക്വയർ ആകുമ്പോൾ 49. അപ്പോൾ 8 സ്ക്വയർ ഇട്ട് നോക്കിയാൽ 64 വരും. അപ്പോൾ 64 പറ്റില്ല. നമുക്ക് 51നെക്കാളും വലുതായി പോകും. അപ്പോൾ അത് പറ്റില്ല. നമുക്ക് 7 സ്ക്വയർ ഇട്ട് നോക്കാം. അപ്പോൾ 7 7 49. 51 41 മൈനസ് ചെയ്താൽ 2. ഇനി ഇഡ്സിമൽ ഇവിടെ ഇടുക. അതിനുശേഷം 84 താഴേക്ക് ഇറക്കി എഴുതുക. ഇനി 7 7 ആഡ് ചെയ്യുമ്പോൾ 14. 14 ലാസ്റ്റ് ഇവിടെ ഡിജിറ്റ് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഇടണം. ഇനി 14-ഒപ്പം ഏത് ഡിജിറ്റ് ആഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 284 കിട്ടുമെന്ന് നോക്കണം. അതിന് ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെ സ്ക്വയറിൽ 4 വരും? 2 സ്ക്വയറിൻ്റെയിൽ വരും, 8 സ്ക്വയറിൻ്റെയിലും വരും. 8 സ്ക്വയർ 64. 64ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ 2 സ്ക്വയറിൽ 4 വരും. 8 സ്ക്വയർ 64. 64ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4. അപ്പോൾ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. 14 2 ഇട്ട് ആദ്യം ചെയ്യാം. ഇവിടെയും 2. 2 2s are 4. 4 2s are 8. 1 2s are 2. 2 തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2 ചെയ്തപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ 2 ഇടുക. ഇവിടെയും 2. 284. റിമൈൻഡർ 0. Then square root of 51.84 is equal to 7.2. Answer is 7.2. Next 42.25. 25 ഒരു പെയർ, 42 നെക്സ്റ്റ് പെയർ ഗ്രൂപ്പ്. ദെൻ 42 എന്നത് നോക്കാം. 6 സ്ക്വയർ 36 ആണ്. 7 സ്ക്വയർ വരുമ്പോൾ 49 ആയി. അപ്പോൾ 42-നേക്കാളും ബിഗ്ഗസ്റ്റ് നമ്പറായി 49. സോ നമുക്ക് 6 സ്ക്വയർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും 6, ഇവിടെയും 6. 6 6 36. ഇനി 42-ന്ന് 36 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഡെസിമൽ ഇടുക. ദെൻ 25 എന്നുള്ള നമ്പർ ഒന്നിച്ച് ഇറക്കി എഴുതുക. ഇനി ഈ 6ഉം 6ഉം കൂടെ കൂട്ടി 12-ന്ന് എഴുതണം. ഓക്കെ, 6ഉം 6ഉം ആഡ് ചെയ്ത് 12. ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ്. അപ്പോൾ ഇനി നമുക്ക് കിട്ടി 625. 12-ൻ്റെ ഒപ്പം ഇവിടെ ഏത് ഡിജിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 625 കിട്ടുമെന്ന് നോക്കണം.
അപ്പോൾ അതിന് ലാസ്റ്റ് ഡിജിറ്റ് എന്താ 5. 5 വരുന്നത് ഇതിൻ്റെ സ്ക്വയറിലാണ് 25ൻ്റെ 5 സ്ക്വയറിലാണ് നമുക്ക് 25 വരുന്നത്. ആ 25ൽ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് പ്ലേസിൽ 5 ആണ്. അപ്പോൾ ഈ 5 വരാനായിട്ട് നമുക്കിതിൽ 5 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 12 ഇവിടെ ഈ ബ്ലാങ്ക് സ്പേസിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് 5 ആണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 5 5 5s are 25, ബാലൻസ് 2 2 5s are 10 10 plus 2 12, ബാലൻസ് 1 1 5s are 5 പ്ലസ് 1 6. ഇവിടെ ഇതിൻ്റെ നമ്പർ ഏതാ 5. 5 ഇടുമ്പോൾ നമുക്ക് 625 കിട്ടി. അപ്പോൾ 0. സ്ക്വയർ റൂട്ട് ഓഫ് 42.25 is equal to 6.5. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31.36. പെയർ ഗ്രൂപ്പ് ആക്കുക. 36 ഒരു ഗ്രൂപ്പ്, 31 ഒരു ഗ്രൂപ്പ്. ഇനി രണ്ട് പെയർ കിട്ടി നമുക്ക് 31 36 എന്നുള്ളത്. ഇനി 31 ആണ് ഫസ്റ്റ് നമ്പർ. 31 വരാനായിട്ട് 5 സ്ക്വയർ ആണെങ്കിൽ 25, 6 ആണെന്നുണ്ടെങ്കിൽ 36. അപ്പോൾ 36 നമുക്ക് പറ്റില്ല, അതിനേക്കാളും ചെറിയ നമ്പറായ 25 വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം 5. ഇവിടെയും 5 5s are 25. 31 നിന്ന് 25 കുറയ്ക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. ദെൻ ഡെസിമൽ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഡെസിമൽ എഴുതണം. 36 താഴേക്ക് ഇറക്കി എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഈ 2 5 തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഈ 2 5 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ഇവിടെ ബ്ലാങ്ക് സ്പേസ് ഇടുക. ഇനി 636 കിട്ടാനായിട്ട് 10ൻ്റെ ഒപ്പം ഏത് ഡിജിറ്റ് ഇവിടെ വരണം എന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6 വരുന്നത് എന്തിൻ്റെയൊക്കെ സ്ക്വയറിലാണ് 4 സ്ക്വയറിലും. 4 സ്ക്വയർ 16, പിന്നെ 6 സ്ക്വയർ 36. രണ്ടിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അപ്പോൾ നമുക്ക് 4 ഇട്ടും 6 ഇട്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം 104 4 ഇട്ട് നോക്കാം. 4 4s are 16 1 1 4. അപ്പോൾ നമുക്ക് 416 കിട്ടി. അപ്പോൾ അതല്ല ആൻസർ അല്ലേ. ഇനി വേണ്ടത് 106. ഈ 6 ഇട്ട് നോക്കാം. ഇൻറ്റു 6 6 6 are 36, ബാലൻസ് 3, ദെൻ 0 6 0 0 പ്ലസ് 3 3 1 6 are 6 636 കിട്ടി. അപ്പോൾ ഇവിടെ അത് നമ്പർ ഏതേണ്ടത് 6. ഓക്കെ, അതിന് നമുക്ക് 636 കിട്ടി. റിമൈൻഡർ 0. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 31.36ൻ്റെ ആൻസർ ആണ് 5.6. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പ്രോബ്ലംസ് എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം ഒന്നും കൂടെയൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.